നക്സൽ മുക്ത ഭാരതവും അതിർത്തിയിലെ പഴുതടയ്ക്കലും മമത മുക്ത ബംഗാളും മൂന്നും വിജയകരമായതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ ഭാരതത്തിലെ ഒരൊറ്റ വ്യക്തിക്കാണ്. അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരിക്കെ ബി ജെ പി കിടയേറ്റ തിരഞ്ഞെടുപ്പ് യന്ത്രമാക്കി മാറ്റിയ രാഷ്ട്രീയ ചാണക്യൻ. ആസൂത്രണത്തിലും തന്ത്രങ്ങൾ മെനയുന്നതിലും തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുന്നതിനുമുള്ള പാടവം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രി കസേരയിലിരുന്ന ആളായ അമിത്ഷായുടെ രണ്ടാം ടൈമിലെ പ്രവർത്തന വേഗം ഡബിൾ എഞ്ചിനായി വർദ്ധിപ്പിച്ചു. ആദ്യ ടൈമിൽ അമിത്ഷായുടെ നീക്കങ്ങൾ ഒരു ചെസ് വിദഗ്ധൻ്റെ ക്ഷമയോടെയായിരുന്നു. മന്ത്രിയായി മാസങ്ങൾക്കകം 2019 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370 വകുപ്പും 35A എടുത്തു കളഞ്ഞതും കാശ്മീരിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിച്ചു. പ്രതിപക്ഷത്തിൻ്റെ ഓരോ നീക്കവും നിയമപരമായി വന്നേക്കാവുന്ന എല്ലാ വെല്ലുവിളിയും മുന്നിൽ കണ്ടുകൊണ്ട് ശ്രദ്ധാപൂർവം ഓരോ കരുക്കളും നീക്കിയാണ് ആ ചെസ് വിദഗ്ധൻ അത് സാധിച്ചെടുത്തത്. പിന്നീട് പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കിയെടുത്തു. അതിനെതിരെ രാജ്യമെമ്പാടുമുണ്ടായ പ്രക്ഷോഭങ്ങളെയും ഡൽഹി കലാപത്തെയും ഒക്കെ തരണം ചെയ്തു. കഴിഞ്ഞ വർഷം അങ്ങനെ നിയമം നടപ്പിലായി. രണ്ടാം ഊഴത്തിൽ ഇതാ കളി പൂർണ്ണമായി മാറിയിരിക്കുന്നു. അതിവേഗത്തിലാണ് രാജ്യത്തെ ആന്തരിക സുരക്ഷയിലും അതിർത്തി സുരക്ഷയിലും അമിത്ഷാ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ മുൻകൈയെടുത്ത ഷാ ഇനി ബംഗ്ലാദേശികളുടെ വലിയ തോതിലുള്ള അനധികൃത കുടിയേറ്റത്തിന് അറുതി വരുത്താം എന്ന പുതിയ പ്രതീക്ഷയിലാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അതിർത്തികൾ സംരക്ഷിക്കാൻ നടപടിയെടുത്തതും ജനസംഖ്യാ മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ വെച്ചതുമൊക്കെ അധികം വൈകാതെ ദേശീയ പൗരത്വ രജിസ്റ്റർ NRC നടപ്പാക്കാനുള്ള ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിരിക്കുമെന്ന് സൂചന ഉയരുന്നു. രാജ്യത്തെ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ ഭാരതീയർക്ക് മാത്രം എന്നത് തന്നെ അതിൻ്റെ ഒറ്റ വരിയിലെ ലക്ഷ്യം. അമിത്ഷായുടെ രണ്ടാം ടൈമിലെ ഏറ്റവും നാടകീയമായ നേട്ടം ഇന്ത്യയെ നക്സൽ മുക്തമാക്കി എന്ന പ്രഖ്യാപനമാണ്. നൂറ്റാണ്ടിലധികമായി രാജ്യം നേരിട്ട ഏറ്റവും മാരകമായ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയായിരുന്നു ഇടതുപക്ഷ തീവ്രവാദം. അമിത്ഷാ ഇന്ത്യയിലെ നക്സലിസത്തിന് ഒരു അവസാന ദിവസം നിശ്ചയിച്ചു. 2026 മാർച്ച് 31 നിശ്ചയിച്ച ദിവസത്തിന് മുമ്പ് തന്നെ ആ ലക്ഷ്യം അദ്ദേഹം നിറവേറ്റി. പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളിൽ വിരലെണ്ണാവുന്നവർ പോലും ഇപ്പോൾ പ്രസ്ഥാനത്തിലില്ല. നൂറുകണക്കിന് മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും മുഖ്യധാരയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അതിന് സഹായിച്ചത് നക്സൽ ബാധിത സംസ്ഥാനങ്ങൾ തമ്മിലെ ഒന്നാം തരം ഏകോപനവും പുതിയ സാങ്കേതികവിദ്യകളുടെ പ്രയോഗവും മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിലെ വികസനവും പിന്നെ നക്സലുകളെ കിടങ്ങൻ പ്രോത്സാഹിപ്പിക്കുന്ന ഉദാര നയങ്ങളുമൊക്കെയായിരുന്നു. ധീരമായ നേതൃത്വം ഏറ്റവും മുന്നിൽ. ഒരു കാലത്ത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ബീഹാർ, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൂടെ വ്യാപിച്ച് കിടന്നിരുന്ന ചുവപ്പൻ ഇടനാഴി അങ്ങനെ വെട്ടിമുറിച്ചു. അമിത്ഷായുടെ തൊട്ടടുത്ത ലക്ഷ്യം മറ്റൊന്നുമല്ലായിരുന്നു മമത മുക്ത ബംഗാൾ. അമിത്ഷാ കഠിനമായി ശ്രമിച്ചിട്ടും BJPക്ക് മുന്നിൽ അഭേദ്യമായ കോട്ടയായിരുന്നു പശ്ചിമ ബംഗാൾ. തുടർച്ചയായി 15 വർഷം അധികാരത്തിലിരുന്ന മമതാ ബാനർജി അമിത്ഷായുടെ തന്ത്രങ്ങളെ ചെറുത്തുനിന്നു. ബംഗ്ലാദേശുമായുള്ള അതിർത്തിയിൽ സുരക്ഷാ വേലി കെട്ടാൻ പലതവണ CRPF ആവശ്യപ്പെട്ടിട്ടും സ്ഥലം കൈമാറാൻ മമത കൂട്ടാക്കിയില്ല. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കൈക്കൊണ്ട ആദ്യ നടപടികളിലൊന്ന് സുരക്ഷാ വേലിക്ക് വേണ്ട സ്ഥലം വിട്ടുകൊടുക്കുകയായിരുന്നു. ബംഗാൾ വിജയത്തോടെ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ BJPയുടെ ഏതാണ്ട് പൂർണ്ണമായ ആധിപത്യം ഉറപ്പായിരിക്കുന്നു. അസം, ത്രിപുര, വടക്ക് കിഴക്കൻ ഭാഗത്തെ മിക്ക സംസ്ഥാനങ്ങൾ എന്നിവയ്ക്കൊപ്പം ബംഗാളും അണിനിരന്നപ്പോൾ സുരക്ഷാ രംഗത്ത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പവുമായി. കിഴക്കൻ അതിർത്തി ഭദ്രമാക്കാൻ നടപടികളെടുത്ത അമിത്ഷാ മെയ് അവസാനം രാജസ്ഥാൻ, ഗുജറാത്ത്, ത്രിപുര, പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങളിൽ അന്താരാഷ്ട്ര അതിർത്തികളിൽ നിന്നും 15 കിലോമീറ്റർ പരിധിയിൽ അനധികൃത നിർമ്മാണങ്ങൾ വെച്ചുപൊറിപ്പിക്കരുതെന്നും അവയെല്ലാം പൊളിച്ചു നീക്കണമെന്നും നിർദ്ദേശം നൽകി. ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് ബാങ്കിംഗ് ഇടപാടുകൾ, ഫണ്ടിംഗ് സ്രോതസ്സുകൾ, വ്യാജ ആധാർ, കള്ളക്കടത്ത് തുടങ്ങിയവ നിരീക്ഷിക്കുന്നതടക്കമുള്ള വിപുലമായ അധികാരങ്ങൾ നൽകി. മെയ് 30 ഗുജറാത്തിലെ കച്ചിലുള്ള സർക്രിക്, ഹരാമി നാല എന്നീ പ്രദേശങ്ങൾ ആഭ്യന്തരമന്ത്രി സന്ദർശിക്കാൻ ചെന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഏറ്റവും പ്രയാസകരമായ ഭാഗങ്ങളാണ് ഇവ. പുഴകൾ, ചതുപ്പ് നിലങ്ങൾ, ജലപ്രവാഹങ്ങൾ എന്നിവ നിറഞ്ഞ നിരീക്ഷിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾ. ഹരാമി നാലയിൽ ബോട്ട് സന്ദർശനം നടത്തിയ അദ്ദേഹം അവിടെ സ്മാർട്ട് ബോർഡർ ചെക്ക് പോസ്റ്റ് ആരംഭിച്ചു. ഡ്രോണുകൾ, റഡാറുകൾ, ആധുനിക നിർമ്മാണ സാങ്കേതികവിദ്യകൾ ഇവ സൈനികർക്ക് പകരം ഉപയോഗിക്കുകയോ അവരെ ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്ന സാങ്കേതികവിദ്യയ്ക്ക് മേൽക്കൈയുള്ള
അതിർത്തികളെ സൃഷ്ടിക്കുകയാണ് ഈ സ്മാർട്ട് ബോർഡർ പ്രൊജക്റ്റ്. വടക്കൻ അതിർത്തിയിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ നേപ്പാൾ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലെ മതപരമായ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അനധികൃത നിർമ്മാണങ്ങൾ അതിവേഗം പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിനുള്ളിലെ സുരക്ഷാ വലയം അങ്ങനെ കേന്ദ്രം ശക്തമായി പഴുതടച്ച് ശക്തിപ്പെടുത്തി. സമീപകാലത്ത് കേന്ദ്രം നടത്തിയ മറ്റൊരു സുപ്രധാനമായ നീക്കം ജനസംഖ്യാ മാറ്റം പഠിക്കാനുള്ള ഉന്നതതല സമിതിയുടെ രൂപീകരണമാണ്. മെയ് 26 പ്രഖ്യാപിച്ച സമിതി നിയമവിരുദ്ധ കുടിയേറ്റം മൂലമുണ്ടാകുന്ന ജനസംഖ്യാ മാറ്റങ്ങൾ പഠിക്കും. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാവലേക്കറാണ് അധ്യക്ഷൻ. വിമർശകർ ഇതിനെ ഒരു പ്രത്യേക സമുദായങ്ങൾക്കെതിരെയുള്ള നടപടിയായും BJP സർക്കാരിൻ്റെ ജനസംഖ്യാപരമായ അജണ്ടയായും കാണുന്നെങ്കിലും രാജ്യസുരക്ഷയാണ് മുഖ്യമെന്ന് അമിത്ഷാ തിരിച്ചടിക്കുന്നു. രണ്ടാം ടൈമിലെ അമിത്ഷായുടെ നടപടികൾ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ അവ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അതിനപ്പുറമുള്ളൊരു പദ്ധതിയുടെ സൂചന നൽകുന്നു. 2019 CAAക്കൊപ്പം NRC നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. CAA 2024 നടപ്പാക്കിയെങ്കിലും NRC മരവിപ്പിക്കപ്പെട്ട നിലയിലാണ്. ഭൗതികമായി പരിശോധിച്ച് അതിർത്തി മേഖലയിലെ എല്ലാ നിർമ്മാണങ്ങളും ജനങ്ങളും എന്നിവ രേഖപ്പെടുത്തൽ, സംശയാസ്പദമായ ബാങ്ക് ഇടപെടലുകളെക്കുറിച്ചുള്ള സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കൽ, വിശ്വസനീയമായ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ഉറപ്പാക്കൽ, ആധാർ ഉറപ്പാക്കൽ, NRCയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഭീകരശക്തികളെ ഇല്ലാതാക്കൽ തുടങ്ങിയവയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നടപടികൾ. അതിർത്തികളിൽ നിന്നും 15 കിലോമീറ്റർ വരെയുള്ള മേഖല ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാജ ആധാറുകൾ അസാധുവാക്കിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്രവുമായി സഹകരിക്കുന്ന ബംഗാൾ സർക്കാർ ഉണ്ടായതും ISI ഖാലിസ്ഥാൻ മോഡലുകൾ എന്നിവ തകർക്കപ്പെട്ടതുമൊക്കെ NRCയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകാനുള്ള സാധ്യത വിദൂരമാക്കുകയാണ്. എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വൈകാതെ NRCയെക്കുറിച്ച് BJP ആലോചിക്കും. പക്ഷേ അത് വിചാരിക്കുന്ന അത്ര എളുപ്പവുമില്ല. പൗരത്വ പട്ടികയിൽ നിന്നും വൻതോതിലുള്ള ഒഴിവാക്കലുകൾ ഉണ്ടാകാം. അത് സാമുദായിക പരാതികൾക്കും സാമൂഹിക അസ്വസ്ഥതയ്ക്കും കാരണമാകാമെന്ന് BJPക്കുള്ളിൽ തന്നെ ചിലർ ചൂണ്ടിക്കാട്ടുന്നു. NRC എപ്പോഴെത്തുമെന്ന് പറയാനാകില്ല. ഇനി പൗരത്വ രജിസ്റ്റർ ഉണ്ടായാലും ഇല്ലെങ്കിലും കൂടുതൽ കർശനമായ നിരീക്ഷണവും പഴുതടച്ച സുരക്ഷയുമുള്ള വിദേശ പൗരന്മാർക്ക് അനായാസനം കടന്നുവരാൻ കഴിയാത്ത അതിർത്തികൾ നമ്മുടെ ഭാരതത്തിൻ്റെ ചുറ്റുമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിന് നാം കാത്തിരിക്കേണ്ടി വരും. 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം മിന്നും വിജയമാണോ എന്ന് അറിയുന്നത് വരെ. എന്തായാലും അമിത്ഷാ എന്ന കേന്ദ്ര മന്ത്രിസഭയിലെ BJPയിലെ രണ്ടാമൻ അമിത്ഷാ വരച്ച വരയ്ക്കുള്ളിൽ തീവ്രവാദികളും വിധ്വംസക പ്രവർത്തകരും നുഴഞ്ഞുകയറ്റക്കാരും നക്സലുകളും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നു. ഈ അമിത്ഷാ തന്നെയാണ് പല വടക്ക് കിഴക്കൻ വടക്ക് തെക്കനൊക്കെ അതിർത്തികളിൽ നമ്മുടെ നാടിൻ്റെ ഭാവി ശോഭനമാക്കാനുള്ള കരുത്തുറ്റ നടപടികൾ കൈക്കൊണ്ടത്. അടുത്ത ലക്ഷ്യം എന്താണെന്ന് കാത്തിരിക്കും വരെ അമിത്ഷായുടെ ഇപ്പോഴത്തെ രണ്ടാം ടൈമിലെ ഈ നിർണായകമായ ചില ലക്ഷ്യങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.